ഓണക്കാലം എന്നാൽ തൃശ്ശൂരുകാർക്ക് കുമ്മാട്ടിക്കളിയുടെയും കാലമാണ്. വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ ഓണനാളുകളിൽ കുമ്മാട്ടികൾ എത്തും. എന്നാൽ ഇക്കുറി മുതൽ കുമ്മാട്ടിക്കളിയെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ സംഘങ്ങൾ. അതിന്റെ ഭാഗമായി നടന്ന കൊടിയേറ്റും ഗംഭീരമായിരുന്നു. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളുമടക്കം നിരവധി പേരാണ് കുമ്മാട്ടി കൊടിയേറ്റത്തിൽ പങ്കെടുത്തത്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലികളിക്ക് കൊടികേറി, കുമ്മാട്ടിക്ക് കൊടികേറി, മെഗാ പൂക്കളം ഒരുങ്ങി. അങ്ങനെ തൃശൂർ ഓണത്തിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുമ്മാട്ടികളൊക്കെ തയ്യാറായി കഴിഞ്ഞു. മുൻപ് വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് പുലികളിക്കൊപ്പം തന്നെ കുമ്മാട്ടിയും കൊടിയേറ്റമായി നടന്നു. കുമ്മാട്ടിയുടെ പ്രധാനപ്പെട്ട സംഘാടകർ സുരേന്ദ്രൻ അയനിക്കാട്, തൃശൂർ മേയർ, ഡെപ്യൂട്ടി മേയർ എല്ലാവരും ഉണ്ട്. ഇത്തവണ മുതൽ പുലികളിയെപ്പോലെ തന്നെ കുമ്മാട്ടിയും ഒരു മഹോത്സവമായി മാറുകയാണല്ലേ? അതെ, ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ കോർപ്പറേഷൻ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ കുമ്മാട്ടി മഹോത്സവം അതിന്റെ കൊടിയേറ്റ ചടങ്ങ് ആദ്യമായിട്ടാണ് തൃശൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 55ഓളം കുമ്മാട്ടി സംഘങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും വർഷങ്ങളിൽ പുലിക്കളി മഹോത്സവത്തോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ദിവസം അത്തം മുതൽ ഓണം കഴിയുന്ന പുലിക്കളി സമാപിക്കുന്ന അവസരം ഓണത്തിന്റെ ആഘോഷങ്ങൾ സമാപിക്കുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം സ്വരാജ് റൗണ്ടിനെ ചുറ്റി തന്നെ കുമ്മാട്ടിക്കളി മഹോത്സവം ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുമ്മാട്ടി പുലികളി പോലെ തന്നെ ആവേശത്തിലേക്ക് ചുവടുവെക്കുകയാണോ? എന്താണ് തോന്നുന്നത്? അതെ, നമുക്ക് കാലങ്ങളായിട്ട് നമ്മുടെ തൃശ്ശൂരിന്റെ ഏറ്റവും തനിമയാർന്ന ഏറ്റവും പഴക്കമുള്ളതാണ് നമ്മുടെ കുമ്മാട്ടി സംഘം. ഇത് ഗ്രാമാന്തരങ്ങളിലാണ്. അത് പ്രത്യേകിച്ച് തൃശ്ശൂർ പഴയ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ഗ്രാമങ്ങളിലും, അതിനുശേഷം അത് കോർപ്പറേഷനായി നമ്മളെ കണ്ടുകൊണ്ട് ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിൽ ഇന്നൊരു 150ഓളം സംഘങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ 55 കഴിഞ്ഞ വട്ടം 65 സംഘമായിരുന്നു. ഈ പ്രാവശ്യം 55 സംഘമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജനകീയമാക്കി കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഇവിടുത്തെ മന്ത്രിനെ കണ്ടിരുന്നു, ടൂറിസം മന്ത്രി സുരേഷ് ഗോപിനെ കണ്ടിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും ഒരു ടൂറിസം മന്ത്രിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടല്ലോ. ഈ പ്രാവശ്യം നമ്മൾ മേയറോടും മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി മേയർ പ്രസാദിനോടും നിങ്ങൾ അടുത്ത വട്ടം ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം പുലിക്കളിക്ക് കൊടുക്കുന്നില്ലെങ്കിലും അതിന്റെ ഒരു മാന്യമായിട്ടുള്ള ഭാഗം ഞങ്ങൾക്കും കുമ്മാട്ടി സംഘങ്ങൾക്കും തരണം. പക്ഷെ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലേഴ്സും എല്ലാം ആ കാര്യത്തിൽ 56 കൗൺസിലേഴ്സും എല്ലാവരും ഒരേ സ്വരത്തോടു കൂടി തന്നെ അത് അനുവദിക്കേണ്ട എന്നുള്ളത് പറഞ്ഞതിൽ ഞങ്ങളെ സംബന്ധിച്ചോ കുമ്മാട്ടി സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ട് കാലം. ഇനി അത് നടപ്പാക്കേണ്ട കാര്യം മേയറും ഡെപ്യൂട്ടി മേയറും മറ്റേ 56 കൗൺസിലർമാരാണ്. അതിന് കക്ഷി രാഷ്ട്രീയത്തിനുപരിയായിട്ട് നമുക്ക് പറഞ്ഞ മാതിരി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സഹായം, കേന്ദ്രത്തിന്റെ സാമ്പത്തികം തൃശ്ശൂർ കോർപ്പറേഷൻ തരുന്നത് ഒന്നും കൂടിയും വർദ്ധിപ്പിക്കുക. നമ്മൾ ഇന്നത് ഇത്ര തരണമെന്ന് ആജ്ഞാപിക്കില്ലല്ല, നമ്മൾ അപേക്ഷിക്കുകയാണ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ കൂടുതൽ സംഘങ്ങൾ ഉണ്ടാവും. പുലികളിക്ക് കൊടിയേറി, കുമ്മാട്ടിക്ക് കൊടിയേറി, പൂക്കളം ഒരുങ്ങി. തൃശ്ശൂർ എങ്ങനെ ഓണാവേശത്തിലേക്ക് ഇങ്ങനെ ചുവടുവെച്ച് മാറുകയാണ്? ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെയും സഹായമില്ലാതെ തൃശ്ശൂരിന്റെ നാച്ചുറൽ ഇവന്റാണ് പൂരവും പുലിക്കളിയും കുമ്മാട്ടിയൊക്കെ തന്നെ. ഇപ്പൊ അതിനകത്ത് പുലിക്കളി നഗരത്തിനകത്ത് വലിയ മഹോത്സവമായി നടക്കുന്നു. കുമ്മാട്ടിക്കും ഒരു ഏകീകൃത ദ്രവമുണ്ടാക്കൽ ശ്രമം കോർപ്പറേഷൻ ആരംഭിക്കുകയാണ്. കോർപ്പറേഷൻ ആഗ്രഹിക്കുന്ന നേരത്തെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ദേശത്തെ കളിക്കു ശേഷം കുമ്മാട്ടികളെ സ്വീകരിക്കും. ദേശങ്ങൾ വിട്ട് കുമ്മാട്ടിയെ നഗരത്തിലേക്ക് സ്വീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറാണ്. ആ ആശയം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇനി തീരുമാനിക്കുന്നത് കുമ്മാട്ടി സംഘങ്ങളാണ്. അവരൊക്കെ തന്നെ പോസിറ്റീവായി പ്രതികരിക്കുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ ഓണത്തെ വരവേൽക്കുന്നത്. പുലികളിയും പൂരവും കുമ്മാട്ടിയും പൂക്കളവും എല്ലാം തൃശ്ശൂർകാർ ആവേശത്തോടുകൂടി നെഞ്ചേറ്റുകയാണ്. അങ്ങനെ അത്തം നാളിൽ പൂക്കളത്തിനും പുലികളിക്കും ഒക്കെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ഒപ്പം തന്നെയാണ് കുമ്മാട്ടിക്കും തുടക്കമായിരിക്കുന്നത്. ഏതായാലും ഓണലഹരിയിലേക്ക് കടക്കുകയാണ് തൃശ്ശൂരും. ലെവിൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.